അവസ്ഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും സമാനങ്ങളാണ് പല കാര്യങ്ങളിലും. അവർ കണ്ണു തുറന്ന് ആകാശത്തേക്കും ഭൂമിയിലേക്കുമൊക്കെ നോക്കിയപ്പോൾ കണ്ട ശക്തികളെ അവർ ദൈവികമായിട്ട് ചിത്രീകരിച്ചു. ദേവസ്യ ഞാനല്ലേ, പിന്നെ എന്തിനു നമ്പൂരി എന്നെ വിളിക്കണേ? കൗതുകത്തിൽ നിന്നാണ് താൻ സംസ്കൃത പഠനം ആരംഭിച്ചത് എന്ന് ദേവസ്യ സാർ എന്നോട് ഞാൻ കണ്ടപ്പോൾ, നാലാഞ്ചിറയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയ സംസ്കൃത അഭ്യുദയകാംക്ഷികളെ, സംസ്കൃത ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തയ്ക്ക് വിഷയമാക്കാം. ഒറ്റ വ്യക്തിയുടെ പരിശ്രമഫലമല്ല ഇത്. ഗോത്രങ്ങൾ പണ്ട് നാട് വിട്ടുപോയി, ദേശങ്ങൾ വിട്ടുപോയി, അങ്ങനെ ഒരു ഗോത്രം പല ഗോത്രങ്ങളായി വിഭജിച്ച് പല ദിക്കുകളിൽ ചെന്നപ്പോൾ അവർക്ക് ഭാഷയ്ക്കും രൂപാന്തരം ഉണ്ടായി. പേരൻ്റ് ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് ഭാഷാശാസ്ത്രജ്ഞന്മാർ അവസാനം ഭാഷയുടെ ഉൽപ്പത്തി കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പേരൻ്റ് ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽ പിത എന്ന് പറഞ്ഞാൽ പാത്തർ. സംസ്കൃതത്തിലെ പിതാവ് എന്ന പദം തന്നെയാണ് പാത്തർ. ലാറ്റിനിലും ഗ്രീക്കിലും ഇതേ പദം. മാതർ, ലാറ്റിൻ മാതാ. അഗ്നി, എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്ന ഈ വെളിച്ചത്തെ, തീയിനെ അവർ വിളിച്ചു ഇഗ്നിസ്. ലാറ്റിനിൽ ഗ്രീക്കിലും ഇഗ്നൈറ്റ് ഇംഗ്ലീഷ്. അഗ്നി സംസ്കൃതമാണ്. ഇങ്ങനെ പദങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഗോത്രങ്ങളായി പിരിഞ്ഞു പോയത്. അപ്പോൾ പേരൻ്റ് ഇൻഡോ യൂറോപ്യൻ ജനത, ആദിമ ജനത എവിടെയോ വെച്ച് പലതായി പിരിയുമ്പോൾ ഒരു പ്രബല ഗോത്രമായിരുന്നു അവസ്ഥ എന്ന് പറയുന്ന ഇറാനിയൻ ഗ്രന്ഥം രചിച്ച പേർഷ്യൻ മുനിമാർ. അവസ്ഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും സമാനങ്ങളാണ് പല കാര്യങ്ങളിലും. അപ്പോൾ സംസ്കൃതത്തിൻ്റെ പഴക്കം നോക്കുമ്പോൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് പഴയ ഇറാനിയൻ ഭാഷയോടാണ്. അപ്പോൾ ആ പ്രദേശത്ത് നിന്നായിരിക്കണം സിൽക്ക് റൂട്ടിൽ കൂടെ സഞ്ചരിച്ച് കച്ചവടക്കാരുടെയും മറ്റു സഞ്ചാരികളുടെയും കുടിയേറ്റക്കാരുടെയും കൂടെ സംസ്കൃതം ആയിട്ട് രൂപാന്തരപ്പെട്ട് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ഈ സംസ്കൃത ഭാഷയ്ക്ക് ഒരു ഫലഭൂയിഷ്ടമായ വിളഭൂമിയായി. ഇവിടെയുള്ളവർ ഈ ഭാഷ സംസ്കരിച്ചു. പ്രകൃതാത് ഭവം സംസ്കൃതം എന്നാണ് ഒരു വാദം. പ്രകൃതം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുണ്ടായിരുന്ന ഡയലക്റ്റുകൾ, നാട്ടുഭാഷകൾ. ഈ നാട്ടുഭാഷകളിൽ നിന്നും സംസ്കരിച്ച് ഇറാനിൽ നിന്നെത്തിയ ഈ ഭാഷയുടെ സങ്കരം സംസ്കൃതം അഭിവൃദ്ധിപ്പെട്ടു.
എന്തിനു പറയുന്നു, തെക്കേ ഇന്ത്യയിലെ തമിഴിൽ നിന്ന് പോലും സംസ്കൃതത്തിൽ പദങ്ങൾ കുടിയേറിയിട്ടുണ്ട്. തമിഴ് വളരെ പുരാതന ഭാഷയാണ്. തമിഴിലെ പദങ്ങൾ, ഉദാഹരണത്തിന് താമര, ദ്രാവിഡ പദമാണ്. സംസ്കൃതത്തിൽ അങ്ങനെ ഒരു വാക്കില്ലായിരുന്നു. അവർ താമരസ ശബ്ദം സംസ്കൃതത്തിൽ സ്വീകരിച്ചു. വൈഡൂര്യം, വിദൂരായ ഭവം എന്ന് വ്യാഖ്യാനിച്ചു. അത് തമിഴിൻ്റെ സ്വാധീനമാണ്. പൂനൈ കണ്ണ് എന്നാണ് ഈ രത്നത്തിന് അവർ വിളിക്കുന്ന പേര്. രാത്രിയിൽ പൂച്ചയുടെ കണ്ണ് പോലെ വിളങ്ങുന്നതാണ് വൈഡൂര്യം. അങ്ങനെ ഭാഷയുടെ പദങ്ങളുടെ ഉൽപ്പത്തിയിൽ പോലും സംസ്കൃതം ഭാരതത്തിലെത്തിയപ്പോൾ കടം കൊള്ളലുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഭാഷയുടെ ആദിമരൂപം ആയിട്ട് കൽപ്പിക്കപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എഴുതപ്പെട്ട ഗ്രന്ഥമായ ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പൗരാണിക മുനിമാരുടെ ചിന്താഗതികൾ നോക്കിയാൽ അവർ കണ്ണു തുറന്ന് ആകാശത്തേക്കും ഭൂമിയിലേക്കുമൊക്കെ നോക്കിയപ്പോൾ കണ്ട ശക്തികളെ അവർ ദൈവികമായിട്ട് ചിത്രീകരിച്ചു. വിളങ്ങുന്നതാണവ. അതുകൊണ്ട് ദേവൻ, ലാറ്റിനിലും ദേവൂസ് ദേവൻ, സംസ്കൃതത്തിലും ദേവ ദേവൻ. ഇപ്പം വീട്ടിൽ വളർത്തുന്ന പശു അവർക്ക് ഗൗ ആണ്. ലാറ്റിൻ ഭാഷയിൽ ഡോട്ടർ, ദുഹിത എന്ന പദം ഉണ്ടായത് ഈ സംസ്കൃത ധാതുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാൽ കറന്നെടുക്കുന്ന കടമ അന്ന് പുത്രിമാർക്കാണ്. അതുകൊണ്ട് ദുഹിത, മകൾ, കറവക്കാരി എന്നർത്ഥം. ഡോട്ടർ എന്ന് ഇംഗ്ലീഷിലും ആ പദം ഉണ്ടായി. സൂനു, പുത്രൻ, സംസ്കൃതമാണ്. സൺ, സംസ്കൃതം, പുത്രൻ. കുടുംബബന്ധത്തിലുള്ള വാക്കുകളെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഈ കുടുംബബന്ധത്തിലുള്ള പദങ്ങൾ മാത്രമല്ല, ലിഖിത ഭാഷയിലെ പല ക്രിയാപദങ്ങളെടുത്താലും ഈ ഐക്യം കാണാൻ പറ്റും. ലാറ്റിനും ഗ്രീക്കിനും സംസ്കൃതത്തിനും തമ്മിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രോദതി. രോദതി എന്ന് പറഞ്ഞാൽ ടു ക്രൈ എന്നർത്ഥം. രുട്ട് എന്ന ശബ്ദത്തിൽ നിന്നാണ് ഈ ക്രിയ ഉണ്ടായത്. ഇതേ ധാതു തന്നെയാണ് ലാറ്റിനിലും ഉപയോഗിച്ചിരിക്കുന്നത്, ക്രൈ. മുനിമാർ ചിന്തിച്ച് കണ്ടുപിടിച്ച വേദമന്ത്രങ്ങളിലെ സൂക്തങ്ങളിലെ റിഥം ഒരു അഭൗമ റിഥമാണ്. പാശ്ചാത്യർക്ക് മീറ്ററൊക്കെ ഉണ്ട്, പക്ഷേ അത് വെറും ഫ്രീ വേഴ്സ് പോലെയാണ് പലപ്പോഴും. നമുക്ക് ഈ അക്ഷരങ്ങളുടെ ഫൊണീംസ്, ശബ്ദത്തിൻ്റെ ഉച്ചാരണത്തിൻ്റെ അളവ് നോക്കിയിട്ടാണ്. ആ എന്ന ശബ്ദം ഒരു മാത്ര, അത് ദീർഘമായാൽ രണ്ട് മാത്ര. ആ, ഈ ഒരു മാത്ര,
ഈ രണ്ട് മാത്രം. ഇങ്ങനെ മാത്ര എന്ന് പറയുന്ന അളവാണ് സംസ്കൃതത്തിലെ വൃത്ത ഛന്ദസ്സിൻ്റെ അളവുകോല്. ഈ അളവുകോൽ വെച്ച് അളന്ന് മുറിച്ച് ഉണ്ടാക്കുന്നതാണ് മന്ത്രങ്ങളും വൃത്തനിബദ്ധമായ കാവ്യങ്ങളും. ഏറ്റവും ആദ്യം ഉണ്ടായ ഛന്ദസ് എന്ന് പറയുന്നത് കണക്കാക്കപ്പെടുന്നത് അനുഷ്ഠുപ് ഛന്ദസ്സാണ്. ആദ്യമുണ്ടായ അനുഷ്ഠുപ് ഛന്ദസ്സിൽ 8 അക്ഷരങ്ങളുള്ള ഒരു വരിയാണ് അനുഷ്ഠുപ്. 4 വരി ആദ്യം ഇല്ലായിരുന്നു, 3 വരി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിന് പറഞ്ഞ പേര് തൃഷ്ടുപ്പ് എന്നാണ്. 3 തൃഷ്ടുപ്പ്. വേദമന്ത്രങ്ങൾ ആദ്യം അങ്ങനെയാണ് തുടങ്ങിയത്. 3 വരിയുള്ള ഒരു മന്ത്രം. അത് ഉച്ചരിക്കുന്നതിന് ഇത്ര സെക്കൻഡ്, 26 സെക്കൻഡ് കൊണ്ട് വേണം ഈ 3 വരിയുള്ള ഗായത്രി എന്ന് പറയുന്ന, സാവിത്രി എന്ന് പറയുന്ന ഊർജത്തിൻ്റെ സ്രോതസ്സായ സവിതാവിനെ പ്രകീർത്തിക്കുന്ന ഈ മന്ത്രം ഈ ലോകമാകുന്ന ജീവിത സമുദ്രത്തിൻ്റെ അക്കരെ കടത്താൻ പ്രാപ്തിയുള്ള മന്ത്രമാണിത്. അതുകൊണ്ട് അതിന് താരാമന്ത്രം എന്നും പറയാറുണ്ട്. തരണം ചെയ്യുക, താരയതി. തരണം ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ നില നോക്കിയാണ്. അപ്പോൾ ആദിമ മനുഷ്യൻ ആകാശത്തിൽ നോക്കിയിട്ട് താര, സ്റ്റാർ എന്ന് പറഞ്ഞു. സ്റ്റെല്ല ലാറ്റിൻ, സ്റ്റാർ ഇംഗ്ലീഷ്, താരം സംസ്കൃതം. അപ്പോൾ ഈ ഓരോ വരികൾക്കും 8 അക്ഷരം. 8 അക്ഷരത്തിന് ഇത്ര മാത്ര. ഒന്നാമത്തെ വരിയിൽ ഇത്ര മാത്ര, രണ്ടാമത്തെ വരിയിൽ ഇത്ര മാത്ര, മൂന്നാമത്തേൽ ഇത്ര മാത്ര എന്ന് പറഞ്ഞ എണ്ണമുണ്ട്. ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം എന്നൊക്കെയാണ് നിയമം. 8ാമത്തെ അക്ഷരം ഈ ശ്ലോകത്തിൽ ഗുരുവായിരിക്കണം. സർവത്ര ലഘുപഞ്ചമം. 5ാമത്തെ അക്ഷരം ഈ വൃത്തത്തിൽ, ഈ ഛന്ദസ്സിൽ ലഘു ആയിരിക്കണം. ലഘു എന്ന് വെച്ചാൽ ഒരു മാത്രമേ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വെച്ചിട്ടാണ് ആദിമ മന്ത്രം അവർ സൃഷ്ടിച്ച് കാണിച്ചത്. ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഊർജത്തിൻ്റെ ഉറവിടമായ ആ സൂര്യൻ്റെ തേജസ് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വാങ്ങിയ, സംസ്കൃതത്തിൽ മഹാകാവ്യം രചിച്ച, ക്രിസ്തീയ മഹാകാവ്യം രചിച്ച ഒരു പ്രൊഫസർ PC ദേവസ്യുണ്ട്. അദ്ദേഹം കുടമാളൂർക്കാരനാണ്. അൽഫോൻസാമ്മയുടെയൊക്കെ അയൽക്കാരൻ ചുരുക്കം. കുടമാളൂർ പുഴയുടെ തീർത്ത കക്ഷിയുടെ വീട്. രാവിലെ കുളിക്കാൻ ആറ്റിച്ചാടാൻ ചെല്ലുമ്പോൾ അക്കര ഉള്ള മനയിൽ നിന്ന് നമ്പൂതിരി കടവിൽ കുളിക്കാൻ വരും. എന്നിട്ട് വെള്ളം എടുത്ത് എന്തോ ഒക്കെ എറിയുകയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്ന കേൾക്കാം. ദേവസ്യ ധീമഹി എന്ന് കേൾക്കാം. അപ്പോൾ ഈ ദേവസ്യ എന്ന് പറയുന്ന PC ദേവസ്യ ചെറുപ്പത്തിൽ ഓർത്തു, നമ്പൂരി എന്നെയാണല്ലോ വിളിക്കണേ. ദേവസ്യ ഞാനല്ലേ, പിന്നെ എന്തിനു നമ്പൂരി എന്നെ വിളിക്കണേ? കൗതുകം.
കൗതുകത്തിൽ നിന്നാണ് താൻ സംസ്കൃത പഠനം ആരംഭിച്ചത് എന്ന് ദേവസ്യ സാർ എന്നോട് ഞാൻ കണ്ടപ്പോൾ, നാലാഞ്ചിറയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ പഠനങ്ങൾക്കും ഓരോ കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കാരണം ഇതായിരുന്നു: നമ്പൂരി ദേവസ്യ ധീമഹി എന്ന് മന്ത്രം ചൊല്ലി ഇതിൻ്റെ പൊരുളറിയാൻ പ്രൊഫസർ പി സി ദേവസ്യ സംസ്കൃത പഠനം തുടങ്ങി. അൽഫോൻസാമയുടെ ജീവചരിത്രത്തിലും ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ആ മനുഷ്യൻ തേവര കോളേജിലും തേവര SH കോളേജിലും തിരുവനന്തപുരം യുവാനിയസ് കോളേജിലുമൊക്കെ ഈ ദേവസ്യ ധീമഹി കേട്ട് പഠിച്ചതിൻ്റെ ബലത്തിൽ സംസ്കൃത പ്രൊഫസറായിട്ടാണ് പെൻഷൻ വെച്ചത്. ഇനി സംസ്കൃതത്തെപ്പറ്റി പറയാൻ നോക്കിയാൽ അന്തമില്ല. ഓരോ മന്ത്രങ്ങളും എടുത്ത് മാത്ര നോക്കി വിശകലനം ചെയ്ത് അവർക്ക് പഠനമുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ് ഓരോ മന്ത്രങ്ങളും പഠിക്കുന്നത്. പദപാഠം, അത് കഴിഞ്ഞിട്ട് പദങ്ങളുടെ വിച്ഛേദിക്കുന്ന പാഠം, പദച്ഛേദം വിച്ഛേദിക്കുന്ന ഒരു പാഠമാണ്. പിന്നെ ജഡപാഠം, എങ്ങനെ ഉച്ചരിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ 6-7 തരത്തിൽ ഒരു മന്ത്രം അരച്ച് കലക്കി കുടിച്ച് കഴിയുമ്പോഴാണ് ഒരാൾ ശരിക്കും വൈദികനാകുന്നത്, വേദം ഉച്ചരിക്കാൻ പ്രാപ്തനാകുന്നത്. അതാണ് ഈ വേദപഠനത്തെ ഇന്ന് തളർത്തിക്കളഞ്ഞത്. വേറെ ജീവിത വൃത്തി അന്വേഷിക്കേണ്ടവർ ഉപജീവനത്തിന് ഈ വേദവും പഠിച്ച് ബാല്യത്തിലെയോ അല്ലെങ്കിൽ യൗവനത്തിലെയോ വർഷങ്ങൾ ചെലവഴിച്ചാൽ ജീവിതം ബുദ്ധിമുട്ടാവും. അപ്പോൾ വേദപഠനം ഒരു അവഗണിക്കപ്പെട്ടതായി. വൈദിക പരമ്പരയിൽ നിന്ന് ഗണിതജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാമാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. പാഞ്ഞാളിൽ യാഗം പ്രൊഫസർ സ്റ്റാൾ എന്ന് പറയുന്ന അമേരിക്കൻ വേദപണ്ഡിതൻ നടത്തിയപ്പോൾ കുറേ പണ്ഡിതന്മാർ, ഋഗ്വേദം അറിയാവുന്നവർ തൃശ്ശൂർ പാഞ്ഞാൾ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ഇന്ന് അത് വളരെ വിരളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ സംസ്കാരം അന്യം നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കാൻ പല യത്നങ്ങളും തന്ത്രവിദ്യാപീഠങ്ങളും മറ്റും നടത്തുന്നുണ്ട്. കേരളത്തിലും മന്ത്രവിദ്യാപീഠങ്ങളും വേദപഠന കേന്ദ്രങ്ങളും ആന്ധ്രയിലും ഒക്കെ പ്രചാരത്തിലുണ്ട്. കേരളത്തിൽ ആയുർവേദത്തിലൂടെയും ജ്യോതിഷ പഠനത്തിലൂടെയും മറ്റ് ഗണിതശാസ്ത്രത്തിലൂടെയും തച്ചുശാസ്ത്രത്തിലൂടെയും ഒക്കെ സംസ്കൃത പഠനം എത്തി വന്ന് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രയോജനം അന്ന് ജാതി വ്യവസ്ഥയൊന്നും നോക്കാതെ സകല ജനങ്ങളും ഇതിൻ്റെ പ്രയോജനം അനുഭവിച്ചിരുന്നു. ആശാൻ കളരിയിൽ എല്ലാ കുട്ടികളെയും സംസ്കൃതവും നിലത്തെഴുത്തും പഠിപ്പിച്ചിരുന്നു. അന്ന് ആദ്യം നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നതിന് പറഞ്ഞിരുന്ന പേര് ജ്ഞാനമൂലം പഠിക്കുക എന്നായിരുന്നു. നമ്മൾ അതിശയിച്ചു പോകും, എങ്ങനെയാണ് ഇങ്ങനെ ആക്കി ആകൃതി ഉണ്ടായത്. ങ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ആകൃതി കടം കൊണ്ട് രൂപപ്പെട്ടതാണ് ആയം. ആനയുമായിട്ടും അതിന് ചിലർ ബന്ധം പറയുന്നുണ്ട്.
ജ്ഞാനം മൂലം എന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അക്ഷരമാലക്രമത്തിൽ ചിട്ടപ്പെടുത്തിയത് പിന്നീട് എഴുത്തച്ഛൻ്റെ കാലത്തിന് മുമ്പ് തന്നെ പല പണ്ഡിതൻ നാട്ടിലെ ആശാന്മാരും ഒക്കെയാണ്. ആ ആശാന്മാരുടെ കളരിയിൽ പഠിച്ച എല്ലാ മതക്കാരും, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം സംസ്കൃതം പഠിച്ചു. വൈദ്യം പഠിച്ച മഹാപണ്ഡിതന്മാരായ ഈഴവ വൈദ്യന്മാരുണ്ടായിരുന്നു. വൈദ്യം പഠിച്ച ക്രിസ്തീയ വൈദ്യന്മാരുണ്ടായിരുന്നു. നാടുനീളെ ഭിഷഗ്വരന്മാർ പലരും പല മതക്കാരായിരുന്നു. അന്ന് സംസ്കൃതത്തിന് ഒരു അയിത്തം ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ചാവറയച്ചൻ്റെ കാലത്ത് പോലും അദ്ദേഹം ചെറുപ്പത്തിൽ സംസ്കൃതം പഠിച്ചതിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം. അദ്ദേഹം സംസ്കൃത പദങ്ങൾ ഇടകലർത്തിയാണ് രചിച്ചിരുന്നത്. കവിത്വം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു കാവ്യങ്ങൾ പഠിച്ചിട്ട്. എന്തിന് ഏറെ പിന്നെ സംസ്കൃതം സ്കൂളും അദ്ദേഹം തുടങ്ങി മാന്നാനത്ത്. കേരളത്തിൽ ഒരു ഇല്ലത്തിലോ ഒരു രാജകൊട്ടാരത്തിലോ അല്ല ആദ്യം സംസ്കൃത സ്കൂളുണ്ടായത്, ചാവറയച്ചൻ്റെ ആശ്രമത്തോട് ചേർന്നാണ്. അതിനുശേഷമാണ് സംസ്കൃതത്തെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ച കൊച്ചി രാജകുടുംബം തൃപ്പൂണിത്തറയിൽ സംസ്കൃത വിദ്യാലയം തുടങ്ങിയത്. അത് ഇന്ന് പ്രസിദ്ധമായ സംസ്കൃതം കോളേജാണ്. പിന്നീട് തിരുവനന്തപുരത്തും സംസ്കൃത കോളേജുണ്ടായി. അതിനുശേഷം പട്ടാമ്പിയിലും സംസ്കൃത കോളേജുണ്ടായി. കേരളത്തിൽ അങ്ങനെ 3 പ്രസിദ്ധ സംസ്കൃത കോളേജുകളാണ് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ പഠിച്ച ക്രിസ്തീയ വിദ്യാർത്ഥികൾ കേരളത്തിലുടനീളം അധ്യാപകരായും പ്രൊഫസർമാരായും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സംസ്കൃത പഠനം, ലത്തീൻ പഠനം നിന്നതുപോലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു അവഗണന നേരിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ലത്തീനും സുറിയാനിയൊന്നും സെമിനാരികളിൽ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല? പണ്ടത്തെ അച്ഛന്മാർ 8-10 കൊല്ലം ലത്തീനൊക്കെ പഠിച്ചിട്ടാണ് പട്ടം കെട്ടിയ അച്ഛന്മാരാകുന്നത്. ഇപ്പോൾ നാമമാത്രമായ അക്ഷരമാല പഠനമൊക്കെ ഉള്ളൂ. അപ്പോൾ സംസ്കൃതം അവർക്ക് പ്രിയങ്കരമായിരുന്നു. അന്ന് ഫാദർ വടക്കേൽ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം പല കൃതികളും എഴുതിയിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ കാവ്യത്തിന് ആമുഖം എഴുതിയത്, അവതാരിക എഴുതിയത് ഫാദർ വടക്കേലാണ്, മറ്റൊരു പണ്ഡിതനല്ല. ഫാദർ കുന്നപ്പള്ളി മലയാളത്തിൽ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെടുത്തി അധികം പ്രഗത്ഭമായി വ്യാകരണം രചിച്ചയാളാണ്. ഐ.സി. ചാക്കോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ തിരുവിതാംകൂർ സർക്കാരിൻ്റെ വകുപ്പധ്യക്ഷൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം സംസ്കൃതത്തിൽ കാവ്യങ്ങളും വ്യാകരണ ഗ്രന്ഥവും ഒക്കെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്കൃതവും ക്രൈസ്തവ സഭയും തമ്മിൽ അഗാധമായ ബന്ധം അടുത്ത നാൾ വരെ ഉണ്ടായിരുന്നു. ഈ കുറേ നാളുകളായിട്ട് സംസ്കൃതം എന്ന് കേട്ടാൽ എന്തോ അന്യ ഗൃഹത്തിൽ നിന്ന് വന്നതാണെന്നൊരു ചിന്ത ചിലരുടെ ഇടയിലുണ്ട്. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സംസ്കാരമാണ് സംസ്കൃതം എന്ന് തിരിച്ചറിയാൻ അവർക്ക് വിവേകമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.